ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. റമദാനൊക്കെ ആയല്ലോ, അപ്പൊ ഇന്ന് റമദാൻ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ബീഫ് റെസിപ്പിയും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീഫിന്റെ കൂടെ വെറും 3 ചേരുവകൾ മാത്രം ചേർത്താൽ ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇത് 1 കിലോ ബീഫാണ്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം വാർത്ത് കളഞ്ഞതാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കുക്കാവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രം ചേർത്താണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും 3 ചേരുവ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിപ്പോ 8ാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പൊ ആവിയെല്ലാം പോയതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ബീഫൊക്കെ ഇപ്പൊ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഇതിൽ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വെള്ളം വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ബീഫ് ഒരു 90% കുക്ക് ചെയ്താൽ മതി. ബാക്കി നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ കുക്കായിക്കോളും. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 250 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായി അരഞ്ഞു പോകും. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 15 ചെറിയ വറ്റൽമുളക്, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് തന്നെയാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല നല്ല ഫ്രൈ ആയി വരണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പൊ ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് അരഞ്ഞു പോകും. നമ്മൾ ചതച്ചെടുക്കുന്ന കല്ലുണ്ടല്ലോ, അതിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് ചതച്ച് ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ബീഫിന്. അപ്പൊ ഈ ചെറിയുള്ളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ചതച്ചത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 15 ചെറിയ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തത്. അപ്പൊ ഈ വറ്റൽമുളകിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ ഇതൊന്നും കൂടി വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടി വറ്റൽമുളക് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിന്റെ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോ ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പൊ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ, എന്നാൽ പെട്ടെന്ന് വെള്ളം വറ്റിക്കോളും. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടി വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പൊ ഏകദേശം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഇതിവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇല കൂടുതൽ ചേർത്താലേ നമ്മുടെ ഈ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ നോക്കാട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് 2-3 ദിവസം പുറത്ത് വെച്ചിരുന്നാൽ ഇതിനൊരു കേടും പറ്റില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പൊ ഈ അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റമദാനിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീഫ് റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്